ഹായ് ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു കിടിലൻ സീരീസ് ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിൽ ക്രിസ്മസിൽ കാണാൻ തുടങ്ങിയാണ്. ഒറ്റ ഇരുപ്പിന് തന്നെ ഒരു 2 ദിവസം കൊണ്ട് എനിക്ക് വന്നിട്ട് ക്രിസ്മസ് ആ ദിവസം മൊത്തമായിട്ട് ഇരുന്ന് കണ്ടു. പിന്നെ ഒരു അടുത്ത ദിവസം കൂടെ 26-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 9 എപ്പിസോഡുകളുള്ള ആപ്പിൾ ടിവിയുടെ പ്ലറിബസ് എന്ന് പറഞ്ഞ ഒരു സീരീസ്. പ്ലറിബസ് എന്ന് പറയണോ പ്ലോറിബസ് എന്ന് പറയണമെന്ന് അറിയില്ല. പ്ലറിബസ് എന്ന് തന്നെയാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. വിൻസ് ഗില്ലിഗൻ, നമ്മുടെ ബ്രേക്കിംഗ് ബാഡിൻ്റെ ഡയറക്ടറാണ് ഈ സിനിമയുടെ ഈ സീരീസിൻ്റെ കഥയും ഡയറക്ഷനും. വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി സയൻസ് ഫിക്ഷൻ ഐറ്റമാണ്. ഇതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിതിൻ്റെ കഥ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാം, സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ടാവും. കുറച്ച് ശാസ്ത്രജ്ഞർ ഈ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും ഒരു ചെറിയൊരു സ്പാർക്ക്, ഒരു ചെറിയൊരു കോഡുകളൊക്കെ വരുന്നതായിട്ട് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അവരത് ഡീകോഡ് ചെയ്തുകൊണ്ട് അവർ മാത്തമാറ്റിക്കലി ഒരുപാട് ഇക്വേഷനൊക്കെ ഉണ്ടാക്കി നോക്കുക. പക്ഷേ ഒരു കുന്തവും മനസ്സിലാവില്ല. അവസാനം ഇവർക്ക് മനസ്സിലാവും ഇതൊരു RNA, DNA RNA ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സിഗ്നലാണ് എന്ന് മനസ്സിലാവും. അങ്ങനെ അവരത് ലബോറട്ടറിയിൽ ഈ ഒരു സെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതൊരു വൈറസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് ഒരാളുടെ ബോഡിയിൽ ആയിക്കഴിഞ്ഞാൽ അയാൾക്കൊന്നും സംഭവിക്കില്ല. അയാളൊരു ശ്രീബുദ്ധനായിട്ട് മാറും, അങ്ങനെ പറയാം. അയാൾ ഒരാളെയും ദ്രോഹിക്കാത്ത, ദേഷ്യം വരാത്ത, പാവമായിട്ട് മാറും. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത. അതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ആപ്പിൾ പോലും പറിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനസ്സുള്ള ആളുകളായിട്ട് മാറും, നല്ലവരായിട്ട് മാറും. അങ്ങനെ ഈ വൈറസ് ബാധിച്ച ഈ ഒരു ആളുകൾ, അതായത് സോംബീസ്, ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് സോംബീസ്. അപ്പം ഇവർ അടുത്തൊരാളെ കിസ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു പിന്നെ അവരുടെ ബ്ലഡ്, അവരുടെ സലൈവ, അതൊക്കെ ആ ഒരു ബാക്ടീരിയകളൊക്കെ ആ ഒരു വൈറസുകളൊക്കെ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നതും ലോകത്തു എല്ലാ സ്ഥലത്തും അവരുടെ സലൈവയിൽ നിന്നൊക്കെ എടുത്തിട്ടൊക്കെയുള്ള ഈ ഒരു വൈറസ് പടർത്താൻ തുടങ്ങി. അങ്ങനെ അത് മറ്റുള്ളവരെ കിസ് ചെയ്തിട്ടാണെങ്കിലും കിസിലൂടെയും സ്പർശനത്തിലൂടെയും ബ്ലഡ് വഴിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടൊക്കെ ഇത് ഇങ്ങനെ പരക്കുകയാണ് ലോകത്താകമാനം. ലോകത്തുള്ള ജനസംഖ്യയുടെ 12 പേരൊഴികെ ബാക്കി എല്ലാവർക്കും ഇത് പിടിപെടുകയാണ്. ആളുകളെല്ലാവരും ഈ ഒരു നല്ലവരായിട്ട് മാറും. അതുമാത്രമല്ല, ഈ ആളുകളെല്ലാവരും ഒരു യൂണിഫോം ആയിട്ട് ഉള്ള ഒരു ബുദ്ധിയിലേക്ക് മാറി, മനസ്സിലേക്ക് മാറി. അതായത് ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കും ഈ ഒരു സോംബി, ഈ ഒരു വൈറസ് പടരുകയാണെങ്കിൽ എന്നെ ഒരാൾ വന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കത് വിഷമം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും വിഷമവും. അത് എനിക്കൊരാൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും എഫക്റ്റ് ചെയ്യും. അതായത് ഇവരുടെ ബ്രെയിൻ എന്ന് പറയണം, മനസ്സെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇവരുടെ മനസ്സെല്ലാം ഒരു ക്ലൗഡ് സ്റ്റോറേജ് പോലെ, നമ്മൾ ChatGPT ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ സെർവറൊക്കെ പോലെ തന്നെ ഒന്നായിട്ട് മാറും. അതാണ് പ്ലറിബസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡിൻ്റെ അർത്ഥം തന്നെ. ഓഫ് മെനി ഓഫ് അസ്, മെനി എന്നൊക്കെ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ പ്ലറിബസ് എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്തിരിക്കുന്നത്. അതായത് ഒരാളോടത്ത് അതിപ്പോൾ മേയറെന്നോ, എന്നിട്ട് ഈ ആളുകൾക്കൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മേയറെന്നോ പ്രസിഡന്റ് എന്നോ പിച്ചക്കാരനെന്നോ ഒന്നും ഇല്ലാതെ ഇവരെല്ലാവരും ഒരാളായിട്ട് മാറും. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും, ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളും, ഒരു മനുഷ്യജീവിയെ പോലും നോവിക്കാതെ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ, ഒരു ചെടി പോലും പറിച്ചെടുക്കാതെ വെജിറ്റേറിയൻ മാത്രമായിട്ട് ജീവിക്കുന്ന, വെജിറ്റേറിയൻ സാധനം എന്ന് വെച്ചാൽ അവർ താഴെ വീഴുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ മാത്രമേ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയുള്ളൂ. മരിച്ചു പോകുന്ന ആളുകളെ മാത്രം, മൃഗങ്ങളെയും കോഴികളെയും ഒക്കെ കില്ല് ചെയ്തിട്ടാണ് ഒരു മാംസാഹാരം വരെ ഇവർ കഴിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി ഭൂമിക്ക് വലിയൊരു അസറ്റായിട്ട് മാറാണ്. തീവ്രവാദമില്ല, പോലീസുകാരില്ല, കുറ്റകൃത്യങ്ങളില്ല, ലോകം സമാധാനത്തിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ 12 പേര്, ഇവർക്ക് ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് എത്ര ഒരു അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് ആ അസുഖം പെട്ടെന്ന് വരില്ല. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു ആൻറ്റിബോഡി ഇല്ല. അത് 12 പേർക്ക്, ലോകത്തിലുള്ള 12 പേർക്ക്, വെറും 12 പേർക്ക് മാത്രം ഈ ഒരു വൈറസ് ബാധിക്കില്ല. അതിലൊരാളാണ് നമ്മുടെ കാരലിൻ സ്റ്റോർക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹീറോയിൻ. അവളൊരു ലെസ്ബിയൻ കപ്പിൾ ആണ്, ലെസ്ബിയൻ ലേഡിയാണ്. അപ്പോൾ അവളുടെ പാർട്ട്ണർക്കും ഈ ഒരു അവസ്ഥ വരുന്നു, അവൾ മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ കാരലിൻ സ്റ്റോർക്ക ഈ ഒരു സംഗതി എന്താണെന്നും ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നും ഇവർക്ക് സംഭവിച്ചത് എന്താണെന്നും ഇത് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുകയാണ്. അതെന്തിനാണ്? കാരണം ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലോകത്തുള്ള ആളുകൾ മൊത്തം ഒന്നായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരാൾക്കുള്ള ഫ്രീഡം, അയാൾക്കുള്ള ഇഷ്ടങ്ങൾ, ചില ആളുകളൊക്കെ മരിച്ചു വീഴുകയാണ്. കാരണം പട്ടിണി കിടന്ന് മരിച്ചു വീഴും. കാരണം ഇവർക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല. ഒരു കോഴിയെ പോലും അല്ല, ഒരു മുട്ട പോലും എടുത്തിട്ട് കഴിക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവർ ഇങ്ങനെ ജീവിക്കുക, പാല് കറന്നു വരെ, പശുവിൻ്റെ പാല് കറന്നു വരെ പാല് കുടിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഇവരെപ്പോഴും സൗമ്യരാണ്, ഭയങ്കര സ്മൈലിയാണ്, ശ്രീബുദ്ധനൊക്കെ പിന്നെയും മാങ്ങയും പേരൊക്കെയൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ടോ. പക്ഷെ ഇവർ ഇതുപോലും ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് നമ്മുടെ ഹീറോയിന് തോന്നുകയാണ്. അതാണ് ഈ സിനിമയുടെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത്, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അതായത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, ഒരാൾ അത്രയും നല്ലവനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ ഒരാളടുത്ത് പറയുന്ന ഒരു കാര്യം, നമ്മൾ പറയുന്ന ഒരു രഹസ്യം ലോകത്തെല്ലാവരും അറിയുന്നു. അതായത് ഇപ്പോൾ ഈ ഒരു പിച്ചക്കാരനായിരിക്കും ചിലപ്പോൾ പ്ലെയിൻ ഓടിക്കുന്നത്, കാരണം ഇവന്റെ ബ്രെയിനിൽ വേറെ ഏതൊക്കെയോ വലിയ ഫ്ലൈറ്റ് ജെറ്ററൊക്കെ ഓടിച്ചിരിക്കുന്ന ഒരാളുടെ മെമ്മറികളുണ്ട്. അതായത് ഇവരെല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പോൾ ആർക്കും പ്ലെയിൻ ഓടിക്കാം, ആർക്കും ഹെലികോപ്റ്റർ ഓടിക്കാം, ആർക്കും കുഴി കുത്താം, ആർക്കും ശവം വീഴ്ചിടാം. ഒരു കാട് വൃത്തിയാക്കാൻ വരുന്നവരൊക്കെ ആ ഒരു അമേരിക്കൻ പ്രസിഡന്റൊക്കെയാണ് വന്നിട്ട് കാട് വൃത്തിയാക്കുന്നത്. അങ്ങനെ അത്രയും യൂണിഫോമിറ്റി, അവർ എല്ലാവരും ഒന്നായിപ്പോയി. പക്ഷേ ഈ 12 പേരിൽ 11 പേരും ഞങ്ങൾക്കും ഇങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണ്. കാരണം അവർ ഇതിനോട് പൊരുത്തപ്പെട്ടു പോയി. കാരണം ഇവരുടെ മകനും അമ്മയും അച്ഛനും ഒക്കെ ഈ ഒരു അസുഖം, ഈ ഒരു സോംബി എല്ലാം യൂണിഫോം ആയിട്ട് പോയി, എല്ലാവരും ഉള്ളിലായിപ്പോയി. അപ്പോൾ ഈ ചില ആളുകളൊക്കെ മാത്രം, ഈ 12 പേര് പല കോണ്ടിനെന്റിൽ നിന്നായിട്ട് 12 പേര്, അതിൽ കാരവൻ സ്റ്റോർക്ക് നമ്മുടെ ഹീറോയിൻ ഒഴികെ ബാക്കി 11 പേരും ലാവിഷായിട്ട് ജീവിക്കുക. കാരണം അവർക്ക് എന്ത് വേണമോ അത് ഈ ലോകത്തുള്ള ബാക്കി കോടിക്കണക്കിന് ആളുകൾ ചെയ്തു കൊടുക്കും. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നിട്ട് 10-12 യുവതികളുടെ കൂടെ ഈ ഒരു രാത്രി ചെലവഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവർ കൊണ്ടുവരും. കാരണം ഇവർക്കൊന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സിനുടമകളാണ് ഈ പറഞ്ഞ ആളുകൾ, ഈ ട്രില്യൻസ് ഓഫ് ആളുകൾ, ബാക്കിയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത്. ഇവർക്ക് എന്ത് വേണം, ഇവർക്ക് എവിടെ പോകണം, ഇവർക്കൊരു പ്ലെയിൻ മൊത്തമായിട്ട് വേണം, കൊടുക്കും. ഇവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർ കൊടുക്കും. കാരണം കാരവൻ സ്റ്റോർക്കൊക്കെ ആണെങ്കിൽ പോലും അവൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ആദ്യമൊക്കെ അവൾ വിസമ്മതിച്ചു. അവൾക്ക് നിങ്ങളുടെ ഒരു ഔദാര്യം എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നടന്നു. പക്ഷെ പതുക്കെ കാരവൻ സ്റ്റോർക്ക് മനസ്സിലാക്കി അവരെ അടുത്ത് കൂടിയിരുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് നേരെയാക്കാൻ പറ്റുള്ളൂ. അത് നേരെയാക്കാൻ പറ്റും എന്നുള്ള കാര്യം അവൾ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് ഇപ്പോൾ ഈ ഒരു സീസണിൽ വെളിപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്, നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും. പക്ഷെ അത് എങ്ങനെ ചെയ്യാന്നുള്ളതൊന്നും നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെ കാരവൻ സ്റ്റോർക്കിയെ പോലെ തന്നെ വേറൊരാളുണ്ട്, മാനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അയാളൊരു ലാവോസിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് സ്പാനിഷ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അയാൾക്കും ഈ ലോകം മുഴുവൻ ഇങ്ങനെ ആയി പോയതിൽ വിഷമമുണ്ട്. അപ്പോൾ ഇയാൾക്കും ഇത് ശരിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആദ്യം കാരവൻ സ്റ്റോർക്ക് ആരെങ്കിലും ഈ 11 പേരിൽ ആരെങ്കിലും, ഞാൻ ഉൾപ്പെടെ അല്ലാതെ ബാക്കി 11 പേരിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ഒരുപാട് സെർച്ച് ചെയ്യുന്നു. പക്ഷേ മാനീസാണ് അറിയുക, മാനീസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടുമോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് സീസണിൽ വരുന്ന സസ്പെൻസും കാര്യങ്ങളൊക്കെ. അതെങ്ങനെ ശരിപ്പെടുത്താം, എങ്ങനെയാണ് അവരത് ടാക്കിൾ ചെയ്തെടുക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, എന്തിനാണ് ഇത് ശരിയാക്കുന്നത്. ഇപ്പം ചില സമയത്ത് എനിക്ക് തോന്നി ഈ ആളുകളെല്ലാം ശരിയല്ലേ. ചില സമയത്ത് എനിക്ക് തോന്നി ലോകത്ത് സമാധാനം തന്നെയല്ലേ വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഭൂമി ഒരു ഹരിത സ്വർഗ്ഗ ഭൂമി ആവണമെന്നാണ് അവർക്ക് ആഗ്രഹം. ഇപ്പോൾ കാരവൻ സ്റ്റോർക്ക് ഒരു പെണ്ണിന് അതിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ അടുത്തൊന്ന് ദേഷ്യപ്പെട്ടാൽ, ഒരു തോക്ക് ചൂണ്ടിയാൽ വരെ ഇവൾ പേടിച്ചു പോവുകയും ഹൃദ്രോഗികളായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും പേടി അനുഭവപ്പെടുകയും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവുകയും ചെയ്യാം. അതാണ് ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരാളെ ഹേർട്ട് ചെയ്താൽ, ഒരാൾക്ക്, അതായത് അവരുടെ ശരീരത്തിന് ഹേർട്ട് ചെയ്യാന്നുള്ളതല്ല, അവരുടെ മാനസികമായിട്ട് അവരെ ഹേർട്ട് ചെയ്താൽ, അവരെ വിഷമിപ്പിച്ചാൽ അത് ലോകത്തുള്ള എല്ലാവർക്കും ഇത് ബാധിക്കും. ഒരാളോട് പറയുന്ന ഒരു കാര്യം ലോകത്തുള്ള എല്ലാവരും അറിയും. ഒരാളോടൊരു ഗൂഗിളിനോടൊക്കെ ചോദിക്കുന്ന പോലെ ഒരു കാര്യം നമ്മളൊരു ആളോട് ചോദിച്ചു, ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വഴിയെ പോകുന്ന ഒരാൾ പറഞ്ഞു തരും ഈ പറയുന്ന ഈ ഉത്തരവ്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കാരവൻ സ്റ്റോർക്ക് ചില സമയത്ത് ശരിയാവാറുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം അവൾ പറയുന്നത് കറക്റ്റാണ്. എന്തിനാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ യൂണിഫോമായിട്ട് ചിന്തിക്കുന്നത്? അവർക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റിയും അവർക്കായിട്ടുള്ള ഫ്രീഡം, അവരുടെ ഫാമിലി, അവരുടെ ഒരു ലൈഫ്, അതൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലോകം മുന്നോട്ട് പോകുള്ളൂ. ഇത് ലോകം മുന്നോട്ട് പോകുന്നില്ല. ലോകം വളരെ സമാധാനപരമായിട്ട് നിൽക്കുകയാണ്. ഒരു പ്രോഗ്രഷൻ ഉണ്ടാകുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇവർക്കൊക്കെ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നൊന്നും അറിയില്ല. അതാണ് കാരവൻ സ്റ്റോർക്കെയും അലട്ടുന്നത്. അവൾ അത് ലോകത്തെ നേരെയാക്കാൻ അവൾ ശ്രമിക്കുന്നു. പക്ഷെ ഇപ്പുറത്താണെങ്കിൽ പഞ്ചപാവങ്ങളായിട്ടുള്ള, തൊട്ടാൽ പോലും വിരലിട്ടാൽ പോലും കടിക്കാത്ത ഒരു ലോകത്തുള്ള മറ്റ് ജനങ്ങൾ, 12 പേരൊഴികെയുള്ള ട്രില്യൻസ് ഓഫ് ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെയാണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സീരീസ് ഉള്ളത്. നെഗറ്റീവും പോസിറ്റീവും ആസ് യൂഷ്വൽ ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് 9 എപ്പിസോഡാണുള്ളത്. പക്ഷേ ആ 9 എപ്പിസോഡ്, ഒരു 6 എപ്പിസോഡ് വരെ ഇത് ഒന്നാമത്തെ 2ാമത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്ന നമ്മളടുത്ത് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെയാണ് കാരവൻ സ്റ്റോർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ആളുകൾക്ക് പല കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അനുഭവപ്പെടുന്നത്. ഇതെല്ലാം ഒരു 6-7 എപ്പിസോഡ് വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ബാഡായിട്ട് തോന്നി. പക്ഷേ നമ്മൾ ഈ ഒരു സീരീസ് ഉണ്ടാക്കിയ ഒരാളെ നോക്കണം. ബ്രേക്കിംഗ് ബാഡും ഇതേപോലെ തന്നെയായിരുന്നു. വളരെ ലാഗ് എന്ന് തോന്നുന്ന രീതിയിലുള്ള സീസൺസുകളായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനത്തേക്ക് നമുക്കൊരു ബ്രഹ്മാണ്ഡ സാധനമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ആ ഡയറക്ടറിലും ആ ഒരു എഴുത്തുകാരിലും ഒരുപാട് വിശ്വാസമുണ്ട്. ഒരു കിഡിലൻ സീരീസ് തന്നെയാവും ആപ്പിൾ TV. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താത്ത ആപ്പിൾ TVയിലെ
ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്.